രാത്രി നല്ല മഴയായിരുന്നു. ഈ വേനൽ ചൂടിലൊരു മഴ കിട്ടുന്നത് എന്തൊരു ആശ്വാസമാണ്. വൈകുന്നേരം തുടങ്ങിയ മഴ ഇതുവരെയായിട്ടും രാത്രി ഇത്രയും സമയമായിട്ടും മഴ തോന്നിയിട്ടില്ല. രാവിലെ പള്ളിയിൽ പോകാൻ നേരം കയറുന്ന വഴിയിൽ സ്റ്റെപ്പിലെല്ലാം ഇങ്ങനെ പൂ കിടക്കുകയായിരുന്നു. പണ്ട് സ്കൂളിലൊക്കെ പോയ ഓർമ്മയൊക്കെ വന്നു. പിള്ളേരെ കണ്ടപ്പം പണ്ട് കൊച്ചിലത്തേക്ക് ഓർമ്മ വന്നു. പള്ളിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചു, വടയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ ഒന്നുകൂടെ ഇറങ്ങിയത്, അന്നേരവും ഒരു ചായയൊക്കെ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ചായ ഞാൻ 12 മണിക്കുള്ളിൽ തന്നെ കുടിച്ചു. അതിനുശേഷം ഞാൻ പോയത് വണശ്ശേരിക്കര എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെ നമ്മുടെ ഈ കല്ലാറ്, അതായത് പമ്പയാറിൻ്റെ പോഷക നദിയാണ്. ഇതിലാണ് മറ്റേ നമ്മുടെ അടവി, കൊട്ടവഞ്ചി കാര്യങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ വെള്ളമെല്ലാം ഓൾമോസ്റ്റ് വറ്റി, വെള്ളമൊക്കെ കുറവാണ്. ആൻഡ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ ആറ്റ് ഫുള്ള് കല്ലാണ്. ഓൾമോസ്റ്റ് ഈ ഭാഗത്ത് കണ്ട് അവിടെ കാണുന്ന ഇതിലും കല്ലാണ്. ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഇവിടെ കുറവാണ്. കാരണം ഇത് ഓൾമോസ്റ്റ് പമ്പയോട് അടുക്കുന്ന ഒരു സ്റ്റേജാണ്. അവിടെ കുറച്ച് കിലോമീറ്ററുകൾക്കപ്പുറം പമ്പ നദിയാണ്. അവിടെ ഈ നദി കല്ലാറ് പോയി ചേരുകയാണ്. അതിനുശേഷം ഒരു കരിമ്പിൻ ജ്യൂസൊക്കെ കുടിച്ച് വൈകുന്നേരം നമ്മൾ അച്ചൻകോവിൽ നദി, അതായത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആ നദിയാണ്. അവിടെ ചെന്നപ്പോൾ ഇങ്ങനത്തെ കുറേ കിളികളൊക്കെ കണ്ടു. നല്ല ഭംഗിയുള്ള കിളിയാണ്. ഇതിൻ്റെ പേര് എനിക്കറിയാം, ആറ്റിക്കിളി അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഇതിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ അവിടെ ഇരിക്കുന്നത് നല്ല രസമുണ്ട്, ഭയങ്കര ഭംഗിയാണ്. നമ്മുടെ തത്തയൊന്നുമല്ല, ഭയങ്കര രസമാണ് ഇതിനെ കാണാൻ. പല കളറിലുള്ള തലയൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയാണ്. ഇത് പറക്കുന്നതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ഇങ്ങനെ ആറ്റിൻ്റെ മണ്ടിയിൽ കൂടെയൊക്കെ ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ പറക്കും. ഇടയ്ക്ക് ഇങ്ങനെ ജില്ലയിലൊക്കെ ചെന്നിരിക്കും. അവിടെ കുറേ ഉണ്ട്, കുറേ. ഇത് ഇപ്പം നമ്മൾ ആ ഭാഗത്ത് ചെന്നാലും നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ ഒരു കിളിയെ. ഇത് മാത്രമല്ല, കുറേ കിളികളെ ഞാനത് കണ്ടത്. പുള്ളിപ്പൊന്മാനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെന്തിനാണ് കണ്ടത്, പിന്നെ കുളക്കോഴിയെ കണ്ടിട്ടുണ്ടായിരുന്നു, നീലപ്പൊന്മാനെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ കിളികളെ കണ്ടിട്ടുണ്ടായിരുന്നു. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ ഫോട്ടോ എടുക്കാൻ നല്ലൊരു സ്പോട്ടായിരിക്കും ഇത്. പലതരം കിളികളെ കാണാൻ പറ്റും. ആൻഡ് പല ടൈപ്പ് ഫിഷ് ഉണ്ട്. നമ്മുടെ ഈ പുലിവാഹ എന്നൊക്കെ പറയുന്നൊരു ടൈപ്പ് മീനില്ലേ, ആ മീനൊക്കെ ഈ നദിയിലുണ്ട്. അതായത് നമ്മുടെ കല്ലട, പമ്പ, മണിമല, അച്ചൻകോവിൽ ഇങ്ങനത്തെ ആറുകളിലാണ് ഇത്തരം മീനുകളെ സാധാരണ കാണാൻ പറ്റുന്നത്. ഇവിടെ ആ ഭാഗത്ത് ഞാൻ പണ്ട് ഒരു വട്ടം ഒരു 3-4 ഒരുമിച്ച് സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് ഇവിടുത്തെ ഒരമ്പലമാണ്. നല്ലൊരു ദ്വീപ് പോലെയാണ് ഇത്. ഈ അമ്പലത്തിൻ്റെ ചുറ്റുമായിട്ട് ആ നദി ഒഴുകുകയാണ്, അച്ചൻകോവിൽ നദി ഒഴുകുകയാണ്. അതുകൊണ്ട് ഇതൊരു ഭയങ്കര ഒരു പീസ്ഫുള്ളാണ്. ഞാനൊക്കെ ഇടയ്ക്ക് ചുമ്മാ ബോറൊക്കെ അടിച്ചിരിക്കുമ്പോൾ പോയിരിക്കുന്ന സ്ഥലമാണിത്. പിന്നെ ഇറങ്ങാറൊന്നുമില്ല, കാരണം നമുക്ക് അത്ര പരിചയമില്ല ഇവിടുത്തെ കടമൊന്നും, അതുകൊണ്ട് അങ്ങനെ ഇറങ്ങാറില്ല. പിന്നെ ഈ നമ്മുടെ കമ്പൽച്ചെടിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ആറൊഴുകി വരുന്ന വഴിയാണ്. ഇടയ്ക്ക് ആ അപ്പുറത്തെ കരയിലൊക്കെ നമുക്കൊരു കിളികളൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റും. ഞാനൊരു കുളക്കോഴിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വീഡിയോയിൽ എത്രത്തോളം അത് ക്ലിയറായിട്ടുണ്ടെന്ന് അറിയില്ല. ഇങ്ങനെ ചുമ്മാ പൂവൊക്കെ ഇട്ട് നോക്കും. പണ്ട് നമ്മൾ കടലാസ് വഞ്ചിയൊക്കെ എടുത്ത് ഇങ്ങനെ വെള്ളത്തിലിടുന്നൊരു ഓർമ്മയൊക്കെയാണിത്. പിന്നെ ഇങ്ങനെ കാലൊക്കെ നനച്ച് കൊടുത്തു. ആൻഡ് പിന്നെ അതൊക്കെ തന്നെയായിരുന്നു.